ലഹരിവിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായി തൃക്കാക്കരയിൽ ജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിച്ച് ദീപങ്ങൾ തെളിയിച്ചു. തൃക്കാക്കര ജനജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു 5 ലക്ഷം ദീപങ്ങൾ തെളിയിച്ചത്. 170 കേന്ദ്രങ്ങളിൽ ജനജാഗ്രതാ സദസ്സുകളും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടെ തൃക്കാക്കര ജനജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ദീപം തെളിയിച്ചു. തൃക്കാക്കര നഗരസഭയിലെ 170 കേന്ദ്രങ്ങളിലായി 5 ലക്ഷം ദീപങ്ങൾ തെളിയിച്ചു. പരിപാടിയുടെ ഭാഗമായി 170 കേന്ദ്രങ്ങളിലും ജനജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിച്ചു. കാക്കനാട് DLF ഫ്ളാറ്റിൽ നടന്ന സദസ്സ് GCDA മുൻ ചെയർമാൻ CN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബങ്ങൾ തകർക്കുന്ന ഈ സംവിധാനം എങ്ങനെയോ ഈ കുട്ടികൾ വേറെ ആളുകളുടെ കയ്യിൽ നിന്ന് വിട്ടതിന്റെ പേരിലാണ്. അവർ ജന്മന ക്രിമിനലൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് അവരെ ശരിയായ വഴി കൊണ്ടുവരാൻ കുടുംബം ഒരു സേഫായ, ഒരു സുരക്ഷിതമായിട്ടുള്ള യൂണിറ്റ് ആയിട്ട് മാറണം. തൃക്കാക്കര പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ PS ഷിജു ലഹരിവിരുദ്ധ സന്ദേശം നൽകി. ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. ഒരു യുദ്ധം ആണ് നടക്കുന്നത്. യുദ്ധത്തിന് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും റോസപ്പ് കിട്ടുമെന്നൊന്നും വിചാരിക്കരുത്. ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതേപോലെ എതിർക്കാൻ. ഇത് വളരെ ചെറിയൊരു എതിർപ്പായിട്ടുള്ളൂ. ഇനിയും വലിയ എതിർപ്പുകൾ സ്ഥിരം ജീവിതത്തിൽ ഞങ്ങൾ കാണുന്നതാണ്. ഇത് ചെറിയ എതിർപ്പാണ്. അപ്പൊ യുദ്ധത്തിന് ഉറപ്പായിട്ടും നമുക്കെതിരെ വാളും ശരങ്ങളും എല്ലാം വരും. അത് നമ്മൾ സർവൈവ് ചെയ്യും. ഈ യുദ്ധം ജയിക്കുകയും ചെയ്യും. യുവജനക്ഷേമ ബോർഡ് മുൻ വൈസ് ചെയർമാൻ S സതീഷ്, ജനജാഗ്രതാ സമിതി കൺവീനർ AG ഉദയകുമാർ എന്നിവർ അത്താണി കെന്റ് പാംവിലയിലെ ലഹരി വിരുദ്ധ സദസ്സിന്റെ ഭാഗമായി. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.